സോ എനിക്ക് കുറേ മെസ്സേജ് കിട്ടുന്നത് ഇത് ഓപ്ഷൻസിൽ വർക്കാവൂ, ഇന്ത്യൻ മാർക്കറ്റിൽ വർക്കാവൂ, ഫോറക്സിൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പൊ പലരുടെയും അവർക്ക് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സമയമില്ല, അതുകൊണ്ട് അവർ പറയും നോ ഇത് വർക്കാവില്ല, ഒഴിവാക്കി വിടും. ഓക്കെ, അപ്പം ഇന്ന് ലൈവായിട്ടൊരു എക്സാമ്പിൾ നടന്നിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലൈവായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എക്സാമ്പിൾ നടന്നിട്ടുണ്ട്. ഓക്കെ, SMC ബേസ്ഡ് ആണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ എൻട്രി എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, ചെറിയ വീഡിയോ ആയിരിക്കും, കാരണം ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഏത് ടൈം ഫ്രെയിം ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യണം. ഞാൻ പറയുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യും. എന്തിനാണ് ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്? ഹയർ ടൈം ഫ്രെയിമിന് ഡയറക്റ്റ് എൻട്രി നിങ്ങൾ എടുക്കുന്നില്ല, ആയിക്കോട്ടെ. റിസ്ക് എൻട്രി എടുക്കേണ്ടവർക്ക് റിസ്ക് എൻട്രി എടുക്കാം, കൺഫർമേഷൻ എടുക്കേണ്ടവർക്ക് കൺഫർമേഷൻ എടുക്കാം. സോ ഇവിടെ നമ്മൾ ആദ്യം ഹയർ ടൈം ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്ന 1 hour, 50 മിനിറ്റ്സും 30 മിനിറ്റ്സിലൊക്കെ നോക്കാം. നമ്മൾ ലോ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഹൈ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 hour മുതൽ നോക്കി 1 hour 2 hour 3 hourലൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു വിക്സ് സോൺ കാണാം. എന്തിനാണ് വിക്സ് സോൺ എടുക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് അറിയാത്തവർ എന്ത് ചെയ്യുക, പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് പോയി കാണാം, എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ എല്ലാ ടൈം ഫ്രെയിമിലും അവിടെ നമുക്കൊരു വിക്സ് സോൺ ഉണ്ട്. സോ 4 മണിക്കൂറിലൊക്കെ ഞാൻ വരച്ചു, അയ്യോ 4 മണിക്കൂറിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നവരുടെ ചോദ്യത്തിന്റെ ആൻസർ യെസ് വി ക്യാൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ചാർട്ടിലാണ് ഞാനിത് വരച്ച് കാണിക്കുന്നത് കേട്ടോ. സോ ബാങ്ക് നിഫ്റ്റിയിലെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോൺ വരച്ചു. അതിനുശേഷം നമ്മൾ നേരെ 1 hour വന്ന് ഞാനത് വരച്ചു. അപ്പൊ റിസ്ക് എൻട്രി എടുക്കേണ്ടവർക്ക് എങ്ങനെ എടുക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. റിസ്ക് എൻട്രി എടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, നേരെ അതിൽ ഓപ്പൺ മിറ്റിഗേഷൻ അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ അതിന്റെ താഴെ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. സോ ഡയറക്റ്റ് എൻട്രി എടുക്കണം, ഡയറക്റ്റ് എൻട്രി. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന കണ്ടിന്യൂഷൻ എൻട്രി. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തു. സോ ഞാൻ ലോവർ ടൈം ഫ്രെയിം പോയി. അപ്പൊ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് പ്രൈസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പിന്നെ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. സോ എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറയാം. നമുക്ക് ആദ്യം ലോയിനെ ഒന്ന് ട്രേഡിംഗ് റേഞ്ച് ലോ ആയിട്ട് എടുക്കാം. പിന്നെ ഒരു ഹൈ വേണം നമുക്ക്, എന്ന് വെച്ചാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന പ്രോപ്പർ വാലിഡ് ഹൈ, ആ ഹൈ എടുത്തു. അതിനുശേഷം അതിനൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടണം. സോ അതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബോഡി ബ്രേക്കും വിക്ക് ബ്രേക്കും നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അഗ്രസീവ് മോഡൽ വിക്ക് ബ്രേക്ക് നോക്കാം. സോ വിക്ക് ബ്രേക്ക് ആയിക്കട്ടെ, ഇത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താക്കാം, ഇതിനെ ട്രേഡിംഗ് റേഞ്ച് ആക്കി ഡിവൈഡ് ചെയ്യാം. ഇത്രയും എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയാം. ഞാൻ പണ്ട് മുതൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, 50% മേലെ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ബൈസ്. ദ റീസൺ ഈസ് വി ആർ ഓൺ പ്രീമിയം. പ്രീമിയത്തിൽ നമ്മൾ ബൈ ചെയ്യില്ല, നമ്മൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ മാത്രമേ ബൈ ചെയ്യുള്ളൂ. കറക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രീമിയത്തിൽ നിന്ന് ഒഴിവായി. ഡിസ്കൗണ്ടിന് താഴെ നമുക്ക് എന്താ ഉള്ളത്, എല്ലാവർക്കും അറിയാം എന്താ ഉള്ളത്. എന്ത് ക്ലിയർ കട്ടാണ് ഇവിടെ ഉള്ളത് നോക്ക്. വി ഹാവ് എ ക്ലീൻ ഓർഡർ ബ്ലോക്ക്. എടുക്കാൻ പറ്റുമോ? പറ്റും. വി ക്യാൻ, ബിക്കോസ് ദിസ് ഈസ് എ കൺഫർമേഷൻ എൻട്രി അല്ലെ. ഫുൾ ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഫോർ ദ സോൺ. ഓക്കെ, ഫുൾ ലിക്വിഡിറ്റി ഈസ് റെസ്റ്റിംഗ് ഫോർ ദ സോൺ. യെസ്, വി ഹാവ് ദ ലിക്വിഡിറ്റി. ദെൻ ഈ ലിക്വിഡിറ്റി യൂസ് ചെയ്ത് വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ സോൺ ആൻഡ് വി ക്യാൻ ടേക്ക് ദ ഓപ്പൺ മിറ്റിഗേഷൻ എൻട്രി ഹിയർ. എടുക്കാം അല്ലെ, നിങ്ങളുടെ പിപ്പ് സൈസ്. അതിനുശേഷം റിസ്ക് മാനേജ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിന്റെ റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞിട്ടില്ല, അതും കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ പോയിന്റ്സ് കാണാം. ഞാൻ എന്റെ ആരോ മാർക്കിന്റെ താഴെ സ്റ്റോപ്പ് 37 കാണാം അല്ലെ. 37 പോയിന്റ്സ് ആണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പൊ അതിന് പകരം 50 പോയിന്റ്സ് 60 പോയിന്റ്സ് അതൊരു ഫിക്സ് ആക്കി ഒരു പോയിന്റ് വെക്കുക, മാറ്റിക്കൊണ്ടിരിക്കരുത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 20 പോയിന്റ്സ്. ഓക്കെ, 20 പോയിന്റ്സ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്യുന്നു. ടാർഗറ്റ് എവിടെ വെക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച് ഹൈ. യെസ്, വി ആർ ഓൺ ദ എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച് ഹൈ. വെച്ചു. ക്ലിയർ ആണോ? എൻട്രി തൊട്ടു, സ്നൈപ്പർ ഷോട്ട് ഗോൺ, എക്സ്റ്റേണൽ ട്രേഡിംഗ് ഹിറ്റ്. ഓക്കെ, ഇനി ടാർഗറ്റ് എങ്ങോട്ട് വെക്കണം എന്ന് അറിയാത്തവർക്ക് ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ തുടങ്ങുവാണെങ്കിൽ 100 ടാർഗറ്റ് എടുക്കാൻ നോക്കുക. 100 പോയിന്റ്സ്. 100 പോയിന്റ്സ് വെച്ചിട്ട് നമ്മളെ പ്രൈസ് അളക്കാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഈക്വൽ ആയിട്ട് എന്നും 100 പോയിന്റ് എടുക്കാൻ നോക്കുക. 100 പോയിന്റ് എടുത്തതിന് ശേഷം ഒരാഴ്ച കണ്ടിന്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ 200 വരിക, 200 കിട്ടുന്നുണ്ടെങ്കിൽ 300 വരിക. അപ്പൊ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? 100 പോയിന്റ്സ് നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. 100 എത്തുമ്പം നിങ്ങൾ ഇവിടെ വരച്ചു വെച്ച് നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തിരിക്കണം. എന്ന് വെച്ചാൽ 2 ലോട്ടാണ് നിങ്ങൾ റണ്ണ് ചെയ്യുന്നതെങ്കിൽ 15 15ന്റെ 30 പോയിന്റ്സ് ആണ് നിങ്ങൾ ലോട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ 15 ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. ബാക്കി 15 മാത്രം മേലോട്ട് ചെയ്യണം. ഇത് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യണം. പ്രൈസ് ഡീക്കേ ഉള്ളപ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ഈവൻ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ അധികം ട്രേഡ് ചെയ്യാറില്ല, എന്നാലും അത് കാണിച്ചതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ച ലൈവ് എക്സാമ്പിൾ. ടാപ്ഡ്, ഗോൺ, ഹിറ്റഡ്. ഞാൻ ചെറിയൊരു ലോട്ട് സൈസ് എടുത്തിരുന്നു, അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ചെറിയ ലോട്ട് സൈസ് എന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം, ഇന്ന് എക്സ്പയറിയും കൂടിയാണ്, അത് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് പോസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് ഷെയർ ചെയ്യാം. സോ പ്രൈസ് എക്സ്റ്റേണൽ വന്നു, ദെൻ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ്ഡ്
ആൻഡ് ഫൈനൽ ടാർഗറ്റ് അച്ചീവ്ഡ്. ക്ലിയർ ആണോ? ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇത് ഇരുന്ന് പഠിച്ച് വരച്ചു നോക്കാൻ പറ്റാത്ത മടിയന്മാരാണ് പറയുന്നത് ഇത് വർക്കാവോ വർക്കാവോ വർക്കാവോ. വർക്കാകും. വരച്ചു നോക്ക്, ഇരുന്ന് നോക്ക്, അതിന്റെ മുമ്പില് പറ്റുമോ ഇല്ലയോ നോക്ക്. ഓക്കെ. അപ്പൊ അതേപോലെ കുറെ പേര്, ഞാൻ കഴിഞ്ഞ ക്ലാസ് റിസ്ക് മാനേജ്മെന്റിന് ഒരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ വന്നിട്ട് എനിക്കൊരു കമന്റ് വന്നതാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഐ എം വെരി ഡിസപ്പോയിന്റ് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. സോ എനിക്ക് പറയാനുള്ളത്, ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ പറഞ്ഞ ആൾക്കറിയാം, ബാക്കി എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ ഒരുപാട് പേര് അറിയാത്തവർ വന്നിട്ട് റിയലി ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പം അറിയുന്ന കാര്യമാണ്, നിങ്ങൾ സ്കിപ്പ് അടിച്ചോ, നിങ്ങൾ കാണണ്ട. അറിയാത്തവർ പഠിക്കട്ടെ. അപ്പം ഞാനിവിടെ ഇടുമ്പോൾ A to Z ഇടും. അതിൽ ആ A നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കാണണ്ട, ലീവ് ഇറ്റ്. ഓക്കെ. അപ്പൊ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. കാരണം ഞാനും ഇതേപോലെ നിങ്ങളെ പോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്നവനാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ എവിടെയൊക്കെ ആർക്ക് എവിടെയൊക്കെ കഷ്ടപ്പാടുണ്ട്, എവിടെയൊക്കെ അറിയാൻ നോളേജ് വേണം, ആ സ്ഥലമാണ് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം പഠിക്കേണ്ടവർക്ക് പഠിക്കാം, അറിയുന്നവർ എന്ത് ചെയ്യുക, ഇത് വിട്ട് അഡ്വാൻസ് കൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പം ഇതിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഞാൻ ചെയ്തത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ആവുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആവും. ഫോറക്സ് മാർക്കറ്റിൽ വർക്ക് ആവുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആവും. ക്രിപ്റ്റോയിൽ വർക്ക് ആവുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുന്നൊന്ന് സമയം കൊടുക്കണം. പെട്ടെന്ന് ഒരു കൺസെപ്റ്റ് കണ്ട് ഓടി വന്ന് ചാർട്ട് തുറന്നു നോക്കി, അയ്യോ ഇത് കാണുന്നില്ലല്ലോ എവിടെ, നോ, അങ്ങനെയല്ല. ഇരുന്നൊന്ന് ശരിക്കും റീഡ് ചെയ്യും മാർക്കറ്റിനെ. ബുക്ക് റീഡ് ചെയ്യുന്ന പോലെ മാർക്കറ്റിനെ റീഡ് ചെയ്യും. യു വിൽ ഗെറ്റ് എ ജം. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബ്രേക്ക് ഡൗൺ. സിമ്പിൾ ചെറിയൊരു വീഡിയോ ആണ്. ഇത് വെറുതെ ഇട്ടതല്ല, നിങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. താങ്ക് യു. ഹലോ. അപ്പോൾ ഇന്നെടുത്ത എൻട്രീൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ ചെറിയ എൻട്രി എടുത്തുള്ളൂ. ഞാൻ വലിയ ലോട്ട് സൈസ് ഒന്നും പുഷ് ചെയ്തിട്ടില്ല, ചെറിയൊരു എൻട്രി. അപ്പോൾ ആ നമ്മളെടുത്ത RRൻ്റെ, ഞാൻ ഇന്ത്യ മാർക്കറ്റിൽ അധികം ട്രേഡിങ് ചെയ്യാറില്ല. അപ്പോൾ ഇത് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്രഷപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ചു. അപ്പോൾ ചെറിയൊരു ലോട്ട് സൈസ് എടുത്തു. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ടാർഗറ്റ് ചെയ്തു, ഹിറ്റഡ്. ക്ലിയർ. ഇതാണ് ഇന്ന് നടന്ന സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയാണ് ഇട്ടതെന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ടുള്ളൂ, 10 രൂപ എന്ന് വെച്ചാൽ 10,000 രൂപ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ 25% റിട്ടേൺ നമ്മൾ ഈ ട്രേഡിലെടുത്തു. കാരണം അത്രയും വലിയ ട്രേഡൊന്നുമല്ല, അത്രയും വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല. നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് അറിയുന്ന സാധനം വെച്ചിട്ടാണ് ഈ ട്രേഡ് റൺ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, അറിയാത്തവരൊന്നും കൂടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇരുന്ന് നോക്കുക. നിങ്ങളിപ്പം ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ അത് ഇരുന്നിരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ എടുക്കാം. ഇതേപോലെ തന്നെ ഇതിന് വലിയ RR എടുക്കുക. ഇത് ഏറ്റവും ചെറിയൊരു എമൗണ്ട് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ. താങ്ക് യു.